അതായത് നമുക്ക് നമ്മുടെ പേരൻസ് നമുക്കായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിക്ക് ആയിക്കോട്ടെ, വേറെ ആർക്കെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഫാമിലി മെമ്പർ ആണ് ഏറ്റവും കൂടുതൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറവുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് എഴുതി വെക്കും. പ്രതിഫലം ഒന്നും നമ്മൾ മേടിക്കില്ല, സ്നേഹവാത്സല്യത്തിന്റെ പുറത്തായിരിക്കും, സ്നേഹവാത്സല്യം പ്രതിഫലമായി കരുതി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ ആധാരം എഴുതുന്നത്. പക്ഷെ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അതായത് ജീവിതകാലം മുഴുവൻ എന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്നും, അല്ലെങ്കിൽ അതിന്റെ ആ പ്രോപ്പർട്ടിന്മേലുള്ള ആദായം ജീവിതകാലം മുഴുവൻ എനിക്കും കൂടെ അവകാശപ്പെട്ടതാണെന്നും, അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ സെറ്റ്ലർ, അതായത് എഴുതുന്ന ആൾ എഴുതുന്നത്. ആ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് റദ്ദാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് സെറ്റിൽമെന്റ് ഡീഡിന്. അപ്പൊ സെറ്റിൽമെന്റ് ഡീഡ് എന്ന് വെച്ചാൽ അതാണ് ധനനിശ്ചയ ആധാരം എന്ന് പറയും. അതായത് കാലശേഷം വെച്ച് എഴുതുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ. പക്ഷെ ഈ സെറ്റിൽമെന്റ് ഡീഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ക്ലെയിമന്റിന്, അത് കിട്ടുന്ന ആൾക്ക് അത് വിൽക്കുവാനോ ലോൺ എടുക്കുവാനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതുന്ന ആളുടെ ഒപ്പ്, സിഗ്നേച്ചർ, അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് മാൻഡേറ്ററി ആയിട്ട് വേണം. തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അത് വേണം. അതാണ് ധനനിശ്ചയ ആധാരം അഥവാ സെറ്റിൽമെന്റ് ഡീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇഷ്ടദാനം എന്ന് പറയുന്നത്, ഗിഫ്റ്റ് ഡീഡ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ഡീഡ് നമ്മൾ ഇതുപോലെ തന്നെ കണ്ടീഷൻസ് ഒന്നും കാണില്ല, പക്ഷെ പ്രതിഫലം ഒന്നും മേടിക്കാതെ സ്നേഹവാത്സല്യത്തിന്റെ പുറത്ത് ഒരാൾക്ക് ഞാൻ എന്റെ പ്രോപ്പർട്ടി ഇഷ്ടദാനമായി കൊടുക്കുകയാണ്. വൺസ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ്, അത് എക്സിക്യൂട്ട് ചെയ്തതാണ്. പിന്നീട് സെറ്റിലറിന്റെ, അതായത് എഴുതി കൊടുക്കുന്ന ആളുടെ ഒപ്പൊന്നും വേണ്ട കാര്യമില്ല, അത് വിൽക്കുവാനോ ലോൺ എടുക്കുവാനോ ഒന്നും. ഇത്രയും ആധാരങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിലുള്ളത്. നെക്സ്റ്റ് കുറച്ച് ആധാരങ്ങൾ കൂടെയുണ്ട്, ഒഴിമുറി, റിലീസ് ഡേറ്റ് പോലത്തെ ആധാരങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നതാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.